നിങ്ങൾ എപ്പോഴെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്നും സാധനമെല്ലാം വാങ്ങിയതിന് ശേഷം എം.ആർ.പിയിൽ കൂടുതൽ പണമെല്ലാം നൽകേണ്ടതായി വന്നിട്ടുണ്ടോ? ഇന്ന് ഞാൻ ഇതുപോലെ ഒരു സൂപ്പർ മാർക്കറ്റിലെല്ലാം പോയതിന് ശേഷം എനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. നെസ്റ്റോയിൽ പോയി കുറച്ച് സാധനങ്ങളെല്ലാം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്തരത്തിൽ പർച്ചേസ് ചെയ്ത് ഏകദേശം 2000-ൽ കൂടുതൽ എമൗണ്ട് എല്ലാം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒരു ബില്ലെല്ലാം കൊടുത്തതിന് ശേഷം കാറിൽ ചെന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ബില്ലെല്ലാം നോക്കിയപ്പോൾ ഒരു കാര്യമെല്ലാം നോട്ടീസ് ചെയ്തത്. അതായത് ഇവിടെ സൺഫീസ്റ്റിന്റെ ഈ ഒരു ഡാർക്ക് ഫാന്റസി എന്ന ഈ ഒരു ബിസ്ക്കറ്റിന് ഇതിന് ഇവിടെ തന്നിരിക്കുന്ന എം.ആർ.പി എന്ന് പറയുന്നത് 70 രൂപ മാത്രമാണ്. എന്നാൽ എനിക്ക് ഈ ഒരു ബില്ലിൽ ഇട്ടിരിക്കുന്ന പ്രൈസ് 74 രൂപയാണ്. അതായത് 4 രൂപ എം.ആർ.പിയിൽ കൂടുതലെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഞാൻ ഈ ഒരു കാര്യമെല്ലാം നോട്ടീസ് ചെയ്തപ്പോൾ ഷോപ്പിലേക്ക് വീണ്ടും തിരിച്ചുപോയി അതിനുശേഷം ഈ ഒരു കാര്യമെല്ലാം തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ എനിക്ക് 74 രൂപയാണ്, ഇവിടെ എം.ആർ.പി ആണെങ്കിൽ 70 രൂപ മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അഡീഷണലായി 4 രൂപ എക്സ്ട്രാ എല്ലാം ചാർജ് ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അവർ ഈ ഒരു ബില്ലിൻ്റെ ഇതിൻ്റെ ഒരു പിക്ചർ എല്ലാം അവരുടെ മൊബൈലിൽ എടുത്തു. അതിനുശേഷം ഈ പ്രൊഡക്റ്റിൻ്റെയും ഒരു പിക്ചറും ഇതിൻ്റെ എമൗണ്ട് എല്ലാം അവർ പിക്ചർ എല്ലാം എടുത്തതിന് ശേഷം 4 രൂപ എനിക്ക് റിട്ടേൺ തരികയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ എനിക്ക് 70 രൂപ തന്നെയാക്കി ബാക്കി 4 രൂപ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ വിചിത്രമായി തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഒരുപാട് പേർ ഇതുപോലെ നേരത്തെ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം പർച്ചേസ് ചെയ്ത് ഇതുപോലെ എക്സ്ട്രാ പേയ്മെൻ്റ് എല്ലാം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാകും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾക്ക് പോലും അവർക്കും ഇത്തരത്തിൽ മിസ്റ്റേക്ക് എല്ലാം പറ്റാം. നമ്മൾ നമ്മുടെ ബില്ല് ഇത് കൗണ്ടറിൽ നിന്ന് തന്നെ വേരിഫൈ ചെയ്യാനെല്ലാം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് അഡീഷണൽ ചാർജസ് എല്ലാം സൈലൻ്റായി നൽകേണ്ടി വരും. ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഓവർ ചാർജിങ് എല്ലാം കാണുകയാണെങ്കിൽ തീർച്ചയായും ഇതിനെക്കുറിച്ച് അവരോട് സംസാരിക്കാൻ മറക്കാതിരിക്കുക. ചെറിയ ഒരു എമൗണ്ട് അല്ലേ എന്ന് കരുതി നമ്മൾ വിടുമ്പോൾ ഇത് ഒരുപാട് പേർക്ക് അവർക്കെല്ലാം ഭീമമായ നഷ്ടമെല്ലാം ഉണ്ടാക്കും. കാരണം ഒരുപാട് പേർ ഇത്തരത്തിൽ ഓവർ ചാർജ് എല്ലാം കൊടുത്തായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം പർച്ചേസ് ചെയ്യുക. തീർച്ചയായും ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക.